കൃപാസനം പത്രം മാർച്ച് 2026 പാർട്ട് 2. ശ്രീ ആർ വിജയകുമാറിന്റെ സന്ദേശം. ഉടമ്പടി വഴി നമ്മൾ ദൈവത്തിന്റെ സ്വന്തമാകുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നിന്റെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിൽ പോലും അതൊക്കെ ദൈവം ഉടമ്പടി വഴി ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സഹനം തരുന്നത് കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിഞ്ഞ് നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് പറയാൻ പറ്റണം, നിന്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടല്ലോ എന്ന്. അപ്പോൾ ഉടമ്പടി സക്സസ് ആയി. മത്തായി 6:8 നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് നീ ദൈവരാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ ചേർത്ത് നൽകപ്പെടും. 1 കൊറിന്തോസ് 6:12 എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സറിയുക, ദൈവത്തിന്റെ മനസ്സിനെ പോലെ അത് അന്വേഷിക്കുക, അത് ആഗ്രഹിക്കുക. യോഹന്നാൻ 6:29 യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഉടമ്പടിയിൽ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിന്റെ സ്വന്തമാകുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ഉൽപ്പത്തി 12:1 കർത്താവ് അബ്രഹാമിനോട് അരുൾ ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാം ഒന്നും മിണ്ടാതെ ദൈവത്തെ അനുസരിച്ച് ഇറങ്ങിപ്പോകും. സാത്താൻ നമ്മുടെ ജീവിതത്തിൽ കയറുന്നത് 3 വിധത്തിലാണ്. 1, അനുതപിക്കാത്ത പാപം നമ്മിലുണ്ടെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണം. അന്നന്ന് രാത്രി അനുതപിക്കണം, അപ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അനുതാപമില്ലെങ്കിൽ സാത്താന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. പിന്നെ ഉണങ്ങാത്ത മുറിവ് ഹൃദയത്തിലുണ്ടെങ്കിലും ദൈവമേ എൻ്റെ ഹൃദയത്തിലുള്ള മുറിവുകൾ എടുത്തു മാറ്റണമേ, എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. അതുപോലെ വഴക്കുണ്ടാക്കാനോ തർക്കിക്കാനോ പോകരുത്. ഫിലിപ്പി 2:3 മാത്സര്യമോ വ്യർത്ഥ അഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ദൈവവചനത്തിന് വേണ്ടി നീ ആരുടെ മുന്നിലാണോ താഴുന്നത് അവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തും. ഞാൻ 2007 കൊച്ചിയിൽ താമസിക്കുമ്പോൾ ജോസഫ് അച്ഛനും ഞാനും ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, വിജയകുമാറെ, ദൈവം പറയുകയാണ് നീ കോയമ്പത്തൂർ പോകണമെന്ന്. ഞാൻ ആലോചിച്ചു, എൻ്റെ ബിസിനസ് ഇവിടെ, ബംഗ്ലാവ്, കൂട്ടുകാർ, എനിക്ക് പരിചയമുള്ള സ്ഥലം എല്ലാം ഇവിടെയാണ്. കോയമ്പത്തൂർ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും പറഞ്ഞതനുസരിച്ച് ഞാൻ അടുത്ത ദിവസം തന്നെ എല്ലാം പാക്ക് ചെയ്ത് കോയമ്പത്തൂരിലേക്ക് പോയി. അവിടെ ഒരു ലോഡ്ജ് എടുത്തു. ഇന്ന് അവിടെ 10 ഏക്കറിൽ കൃപാസനത്തിന്റെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. കോയമ്പത്തൂർ മിഷൻ ധ്യാന കേന്ദ്രമായി ദൈവം വളർത്തി.